അതെ, എന്റെ കൂട്ടുകാരികൾക്കൊക്കെ വണ്ടി ഓടിക്കറിയാം. അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു. വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തരാനാ? പോയെന്ന് വേറെ പണിയില്ല, വണ്ടി ഓടിക്കാൻ പഠിക്കാനാണ്. വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അമ്മേനോട് പറഞ്ഞിട്ടെ കുറച്ച് പൈസ റെഡി ആക്കി എന്നിട്ട് നോക്ക്. പക്ഷെ കഴിഞ്ഞ ആഴ്ചല്ല അമ്മ എന്റെ പൈസ വാങ്ങിച്ച വണ്ടിക്ക് എന്തോ പ്രശ്നമാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ആഴ്ചല്ലേ? ഇത് ഈ ആഴ്ച സംഭവിച്ചാണ്. അത് ശരിയാക്കാണ്ട് നീ ഓടിക്കാൻ പറ്റുന്നില്ല, ശരിയാക്കാണ്ട്. പ്ലീസ് എനിക്ക് പഠിപ്പിച്ചതാ. ഒന്ന് പോയൊന്ന്. ഞാൻ പൈസ സെറ്റ് ആക്കി തരാം. നീ പോവാ, എന്നാ നീ ആദ്യം ഈ പൈസ സെറ്റാക്കി എന്നിട്ട് പോവാ. ആവശ്യം നടക്കാൻ മാത്രം ഞാൻ മതിയില്ലേ? നീ പൈസ റെഡി ആക്കിട്ട് വാടി. നിനക്ക് എന്തിനാണ് പൈസ? ചേട്ടന്റെ വണ്ടി ശരിയാക്കാനാ. ചേട്ടന് വണ്ടി ശരിയാക്കണേ നീ എന്തെന്താ പൈസ? ഈ ചേട്ടന്റെ വണ്ടി ശരിയാക്കി കഴിഞ്ഞാലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനോ? ഒറ്റ വീക്കോ ചെന്നിട്ടല്ല ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ പെര മൊത്തം അടിച്ചിട്ട് നമുക്കൊന്നും സഹായിക്കാൻ നേരം ഉണ്ടായിട്ടില്ല. നമ്മള് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു മര്യാദക്ക് പെര അടിച്ചിട്ട് വന്നാൽ മതി മോന്ന്. വണ്ടി ഓടിക്കാൻ നോക്കണം, പ്രായമേ. ഹലോ എടി, എന്നെ വീട്ടില് സമ്മതിക്കരുതേടി. എനിക്ക് ചോദിച്ചപ്പോ പറയാ വണ്ടി ഓടിക്കാൻ പഠിക്കട്ടെ ചോദിച്ചപ്പോ പറയാ എന്നിട്ട് അടിച്ചു താര് പണിയെടുക്കുന്നൊക്കെ. അതൊരു കാര്യം ചെയ്യാം, ഞാനേ ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. ശരിയല്ലോ, നീ നാളെ വണ്ടിയുമ്പോ വന്നില്ലേ നിന്റെ അച്ഛന്റെ? അപ്പൊ അച്ഛന്റെ വണ്ടി എടുത്ത് വായോ, എന്നിട്ട് എനിക്ക് പഠിപ്പിച്ചു തരൂ. ഞാൻ പഠിപ്പിച്ചു തരാം. സെറ്റ്. ഈ പണ്ടാറും ഇതും കേടായി. ഇത് ശരിയാക്കാൻ ഞാൻ ആരോട് പൈസ വയ്ക്കാവോ? എടാ മോനെ, അമ്മനെ ബാങ്ക് വരെ ഒന്ന് കൊണ്ടുവിടറാ. പൊന്നമ്മ, എനിക്ക് ഒട്ടും സമയമില്ല. മറ്റേ ഇപ്പൊ തന്നെ വരും, നമുക്ക് പോകാനുള്ള. ഈ വയ്യാത്ത കാലത്ത് നടക്കാൻ വയ്യാത്തോണ്ടല്ലേ അമ്മ പറയണത്. പൊന്നമ്മ, വെയില് കണ്ട നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകും, വെറുതെ വെയില് കൊണ്ട്. എടാ, ഈ ഷടകം ശരിയാക്കാൻ വേണ്ടി കുറച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ അമ്മ പൈസ മേടിച്ചിട്ട് പോണേ. അതിനും കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവട്ടാ. സമയമില്ലാത്തോണ്ടാണ്. എന്താണ് ആകെയുള്ള ഒരുത്തനാണ്. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നടക്കൂന്നില്ല. ആ പാവം പെൺകൊച്ച്, അവൾ അന്നാ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കണ്ട കർത്താവേ എന്റെ വയറ്റിൽ നിന്ന് പറഞ്ഞു. ഹലോ, നീ വണ്ടി ഓടിക്കാൻ പഠിച്ചാ? ഞാൻ പഠിച്ചു. എന്റെ കൂട്ടുകാരി പഠിപ്പിച്ചത്. നിങ്ങൾക്കല്ലേ പഠിപ്പിച്ചു തരാൻ പറ്റത്തുള്ളൂ. ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിച്ച? അപ്പൊ പഠിച്ചു. അമ്മന്റെ ഒപ്പം വേറെ റൗണ്ട് പോയിട്ട് വരാം നമുക്ക്. അമ്മ വാ, നമുക്ക് റൗണ്ട് പോയിട്ട് വരാം. ശരിക്കും പഠിച്ചാ? കൊണ്ടേ മറിച്ചിട്ടില്ലേട്ടാ.